അസ്സലാമു അലൈക്കും. എങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹു സ്വർഗം നൽകുക എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അധ്യായം 19 സൂറ മറിയത്തിൽ 60, 61, 62, 63. എന്നാൽ പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ ഇതിൽ നിന്ന് ഒഴിവാകുന്നു. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവർ ഒട്ടും അനീതിക്ക് വിധേയരാവുകയില്ല. ഇവിടെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിശ്വാസം, സൽക്കർമ്മം ഇത് രണ്ടും മസ്റ്റാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട്. പരമകാരുണികൻ തന്റെ ദാസന്മാരോട് അദൃശ്യമായ നിലയിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളിൽ അവർ പ്രവേശിക്കും. തീർച്ചയായും അവന്റെ വാഗ്ദാനം നടപ്പിൽ വരുന്നത് തന്നെയാകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അദൃശ്യമായ നിലയിലാണ്. ഇപ്പൊ അദൃശ്യമായ നിലയിലാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ വാഗ്ദാനം ചെയ്യുന്നതും അറിയുന്നതൊക്കെ. അതിൽ തന്നെ നമ്മൾ വിശ്വസിച്ച് പോകണം. സലാം അല്ലാതെ നിരർത്ഥകമായ യാതൊന്നും അവർക്ക് അവിടെ കേൾക്കുകയില്ല. തങ്ങളുടെ ആഹാരം രാവിലെയും വൈകുന്നേരം അവർക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ 3 നേരമാണെങ്കിൽ അവിടെ 2 നേരമാണ്. നമ്മുടെ ദാസന്മാരിൽ നിന്ന് ആർ ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാരോ അവർക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുന്ന സ്വർഗമത്രേ അത്. അപ്പോൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുന്നുള്ളത് പറയുന്നുണ്ട്. നബിയോട് ജിബ്രീൽ പറഞ്ഞു, താങ്കളുടെ രക്ഷിതാവിന്റെ കൽപ്പന പ്രകാരമല്ലാതെ നാം ഇറങ്ങി വരുന്നതല്ല. നമ്മുടെ മുമ്പിലുള്ളതും നമ്മുടെ പിന്നിലുള്ളതും അതിനിടയിലുള്ളതും എല്ലാം അവൻ്റെതത്രേ. താങ്കളുടെ രക്ഷിതാവ് മറക്കുന്നവനായിട്ടില്ല. ഇവിടെ പറയുന്നുണ്ട്, നമ്മളെ മുന്നിലുള്ളതും നമ്മളെ പിന്നിലുള്ളതും നമുക്ക് ചുറ്റിലുമുള്ളതും എന്ന് പറയുമ്പോൾ സൃഷ്ടാവ് നമ്മളെ വലയം ചെയ്യുന്ന എല്ലാ കാര്യം അറിയുന്നുണ്ട്. സൃഷ്ടാവ് അത് മറക്കുകയില്ല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും രക്ഷിതാവ് അത്രേ അവൻ. അതിനാൽ അവനെ താങ്കൾ ആരാധിക്കുകയും അവനുള്ള ആരാധനയിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അവന് പോരാത്ത ആരെങ്കിലും താങ്കൾക്ക് അറിയാമോ? ഇവിടെ പറയുന്നത് നമ്മൾ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക. കാരണം നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്ന ആകാശഭൂമികൾക്കിടയിൽ എല്ലാത്തിന്റെയും നിയന്ത്രണക്ക് സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിനെ നമ്മൾ ആരാധിക്കാനാണ് ഇവിടെ പറയുന്നത്. അവനക്ക് പുറമെ പോരാത്ത ആരെങ്കിലും താങ്കൾക്ക് അറിയാമോ എന്ന് ഇവിടെ ചോദിക്കുകയാണ്. ഇങ്ങനൊരു സൃഷ്ടാവിനല്ലാതെ മറ്റൊരു സൃഷ്ടാവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന. മനുഷ്യർ പറയും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്നെ ജീവനുള്ളവനായി പുറത്തു കൊണ്ടുവരുമോ? മനുഷ്യൻ ഓർക്കുന്നില്ലേ, അവൻ ഒന്നുമില്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ നാം ആണ് ആദ്യം അവനെ പടച്ചുണ്ടാക്കിയത്. എന്നാൽ നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് അവരെയും പിശാചിനെയും നാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. പിന്നീട് മുട്ടുകുത്തിയവരായിക്കൊണ്ട് നരകത്തിന് ചുറ്റും അവരെ നാം ഹാജരാക്കപ്പെടുകയും ചെയ്യും. പിന്നീട് അതിൽ നരകത്തിൽ എരിയുവാൻ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അർഹതയുള്ളവരെ പറ്റിയും നമുക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ്. നമ്മളെ മനുഷ്യരെയും ജിന്നുകളെയും നരകത്തിന് മുന്നിൽ അള്ളാഹു എത്തിക്കും. എന്നിട്ട് മുട്ടുകുത്തി നിർത്തിക്കും. എന്നിട്ട് അതിൽ ആരാണ് നരകത്തിന് അവകാശികൾ എന്നുള്ളത് സൃഷ്ടാവിനെ അറിയാം. കാരണം സൃഷ്ടാവ് നമ്മളെ ജീവിതം കണ്ടിരുന്നതാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നന്മയും തിന്മയും ചെയ്ത ആളുകളെ സൃഷ്ടാവിനെ വേർതിരിച്ച് തന്നെ അറിയാൻ പറ്റും. സൃഷ്ടാവ് അത്ര ആളുകളെ നരകത്തിലേക്ക് എറിയപ്പെടുന്ന പറയുന്നത്.